ഇനിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യന്റ് കെയറിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകാമല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എല്ലാ ചേഞ്ചസും നമ്മൾ കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റേഷനിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർക്ക് നമ്മളുടെ ഈ ഒരു ഡോക്യുമെന്റേഷൻ നോക്കിയിട്ട് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഡോക്ടർക്ക് മനസ്സിലാവും ഇതിൽ എന്താണ് പേഷ്യന്റ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. എന്റെ ആദ്യത്തെ വീട്ടിലെ ബാബ COPD ആയിരുന്നു, പേഷ്യന്റ് ആയിരുന്നു. പിന്നെ പേസ് മേക്കർ ഒക്കെ ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരു പേഷ്യന്റ് ആയിരുന്നു. അപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ബാബക്ക് ഭയങ്കര കൺഫ്യൂഷൻ, ഒരു റെസ്ലെസ്നെസ്സും പിന്നെ മറവി, തലവേദന ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ BP യിലൊക്കെ നല്ല വേരിയേഷൻസ് വരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓക്സിജൻ സാച്ചുറേഷനിലും നല്ല വേരിയേഷൻസ് വരുന്നു. അപ്പൊ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ 2-3 ദിവസമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ബാബ അങ്ങ് കൊളാപ്സ് ആയിപ്പോയപ്പോഴത്തേക്ക് നമ്മൾ ആംബുലൻസ് വിളിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോണത്. ഈ ആംബുലൻസിലാണെങ്കിലും ഡോക്ടർ എപ്പോഴും ഉണ്ടാവും. അവർ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളോടാണ് ചോദിക്കുന്നത് ഇന്നത്തെ പേഷ്യന്റ് കണ്ടീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു ഓക്സിജൻ അല്ലെങ്കിൽ സാച്ചുറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എമർജൻസി ആയിട്ട് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലോ. അപ്പൊ കൊണ്ടുപോയ സമയത്തിൽ ഞാൻ എന്റെ റെക്കോർഡും കൂടെ ഞാൻ എന്റെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഡോക്ടർക്ക് കാണിച്ചു കൊടുത്തു. ഡോക്ടർ ഇങ്ങനെ 3-4 ദിവസമായിട്ട് ബാബാക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്, റെസ്ലെസ്നെസ് ഉണ്ട്, തലവേദന ഉണ്ട്, ഓക്സിജൻ സാച്ചുറേഷനിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, BP യിൽ വേരിയേഷൻസ് ഉണ്ട് എന്നൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കും ഡോക്ടർക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ ഡോക്ടറോട് പറയുകയും ചെയ്തു, കാരണം അത് ബാബയുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ ആയി വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ അവർ ABG ഒക്കെ ചെയ്ത് പിന്നെ നോക്കുമെങ്കിലും പെട്ടെന്ന് ഡോക്ടർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. അതല്ലാതെ നമ്മളിതൊന്നും അറിയാതെ നമ്മൾ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പേഷ്യന്റിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ തന്നെ കുറച്ച് സമയം എടുക്കും. അപ്പൊ അത്രയും ഡിലേ വരും നമ്മുടെ പേഷ്യന്റിനെ നമുക്ക് സേഫ് ആക്കാനും ആ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും. അപ്പൊ എപ്പോഴും നമ്മുടെ പേഷ്യന്റിന് ഏറ്റവും എളുപ്പത്തിൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോക്യുമെന്റേഷൻ തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഡോക്യുമെന്റേഷനിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ആണെങ്കിൽ പോലും നമ്മളത് എഴുതാതെ വിടരുത്, എഴുതണം. നമ്മളത് എന്താ പറയാ, നമ്മളത് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിനകത്ത് മാറ്റങ്ങൾ വരുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള